ഏതിനും ഏതിനും അസോസിയേഷനുകൾ രൂപം കൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം അസോസിയേഷൻ ഇല്ല. പുരുഷന്റെ വഞ്ചനയിൽപ്പെട്ട് സർവവും വിടയേണ്ടി വരുന്ന നിരാശാ കാമുകികൾക്ക്. എന്നാൽ ഞങ്ങളിവിടെ നിരാശാ കാമുകികൾക്കായി ഒരു അസോസിയേഷന് രൂപം നൽകുകയാണ്. കേരള നിരാശ കാമുകി അസോസിയേഷന്റെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഈ സംഗമവേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമ്മളുടെ പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ഈ കുടുംബ സംഗമത്തിലെ പരിപാടികൾ ആരംഭിക്കുകയായി. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് ഓൾ കേരള നിരാശ കാമുകി അസോസിയേഷൻ അടിമാലി യൂണിറ്റിലെ മഞ്ജുഷയും സംഘവും. ഇനി പ്രാർത്ഥന ഗാനമാണ്. എല്ലാവരും കണ്ണു കൂപ്പി കൈ പൊത്തി നിൽക്കണം. മരിക്കാൻ കാര്യം കഴിയുമ്പോൾ കഴിവേപ്പില പോൽ കാമുകിയെ തഴയും പുരുഷ കാമുകിയെ തഴയും പ്രേമിക്കുന്ന നാളിൽ മിസ്ഫോളിൻ ബഹളം പ്രേമിക്കുന്ന നാളിൽ മിസ്ഫോളിൻ ബഹളം പ്രേമം പൊഴിഞ്ഞാൽ അവർ സിംഹമാറ്റും പ്രേമിക്കുമ്പോൾ ആദ്യം പറയും ഐശ്വര്യരായെന്ന് കാര്യം കഴിയുമ്പോൾ പിന്നെ പറയും ഫിലോമിനയാണെന്ന് ഫിലോമിനയാണെന്ന്. ഇനി നമ്മളുടെ കുടുംബ സംഗമത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാനായി നമ്മളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീമതി വത്സലാമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അയ്യോ അയ്യോ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിരാശാ കാമുകി കുസുമങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയുള്ള കാലം ഒറ്റക്കെട്ടായി നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ സർക്കാരിനോട് 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു തരണമെന്ന് കാണിച്ചുകൊണ്ട് നമ്മളൊരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായുള്ളത്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയത്തിലാകുമ്പോൾ തന്നെ 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട കരാർ ഏൽപ്പിക്കണം. ഇനി രണ്ടാമത്തെ ആവശ്യമെന്ന് പറയുന്നത്, ഒരു ദിവസം കാമുകിയെ കാണാൻ കാമുകൻ വന്നില്ലെങ്കിൽ വരാത്തതിന്റെ കാരണം കാണിച്ച് ലീവ് ലെറ്റർ തരേണ്ടതാണ്. ഇനി അവസാനത്തെ ആവശ്യമെന്ന് പറയുന്നത്, മൊബൈലിൽ കാമുകിയുടെ ഫോട്ടോ എടുത്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൈമാറുകയാണെങ്കിൽ അതിന്റെ റോയൽറ്റി നമുക്ക് കൃത്യമായും തരേണ്ടതാണ്. തൽക്കാലം ഇത്രയും ആവശ്യങ്ങളാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള ആവശ്യങ്ങൾ നമ്മൾ പിറകെ അറിയിക്കുന്നതാണ്. നമ്മുടെ ഈ ചടങ്ങിനെ ധന്യമാക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയങ്കരിയായ കവയിത്രി വസന്തകുമാരി അന്തർജനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ മഹിളാരത്നത്തിനെ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാന്യ വനിതകളെ, വഞ്ചനയുടെ എഞ്ചിനീയർ കുടിച്ചിറക്കിയ പിഞ്ചോമനകളെ, നിങ്ങൾക്കെന്റെ നമോവാകം. സത്യത്തിൽ ഇങ്ങനെയൊരു സംഗമത്തിന്റെ ആവശ്യമുണ്ടോ എന്നോട് പലരും ചോദിച്ചു. ഉണ്ട്. കാരണം ഇന്നും പുരുഷന്റെ ആട്ടും തുപ്പും സഹിച്ചു കഴിയേണ്ടവളാണോ സ്ത്രീ? അല്ല. കാരണം പുരുഷന്റെ വാക്ക് ഒരിക്കലും ഒരു സ്ത്രീക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അവർ വാക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, ഈ പുരുഷന്റെ പ്രതീകമാണല്ലോ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അദ്ദേഹം എന്താണ് നമ്മളോട് പറഞ്ഞത്? ഒരു ദിവസം ഞാൻ കാലത്ത് TV ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മോഹൻലാൽ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും തന്നെ പല ബാർ ഗോൾഡിൽ കയറി സ്വർണം എടുക്കണം എന്നുള്ളത്. നല്ല കാര്യമാണ് സ്വർണം എടുക്കണമെന്ന്. പക്ഷേ
കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ മോഹൻലാൽ തന്നെ പറയുകയാണ്, ആ എടുത്ത ഗോൾഡുകൾ, എടുത്ത സ്വർണങ്ങൾ എല്ലാം തന്നെ പണപ്പുറം ഗോൾഡിൽ കൊണ്ടുപോയി പണയം വെക്കാൻ. പിന്നെ എന്തിനാണ് നമ്മൾ സ്വർണം എടുക്കുന്നത്? മാത്രമല്ല വൈകുന്നേരമായപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, വൈകിട്ട് എന്താ പരിപാടി? ഒരു പരിപാടിയും ഇല്ലെങ്കിൽ ആ സ്വർണം വെച്ച് കിട്ടിയ കാശെടുത്ത് മദ്യപിച്ചോളാൻ. അങ്ങനെയുള്ള ഈ പുരുഷന്മാരുടെ വാക്ക് നമ്മൾ വിശ്വസിക്കണമോ? വേണ്ട. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവിയത്രിയായ ശ്രീമതി സിൽക്ക് സ്മിത അന്തർജനത്തിന്റെ 4 വരികളാണ്. ഏഴിമല പൂഞ്ചോല, മാമനക്ക് മണിമാല, പൊന്മാല. നമ്മൾ ആലോചിക്കണം, ഒരു കരിങ്കൽ കോറിയിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ആ പുണ്യ വനിത അവിടെ കെഞ്ചി കേഴുകയാണ്. അപ്പോഴും കാട്ടാള വർഗരായ പുരുഷൻ അവളോട് പറയുന്നത്, കൊഞ്ചടി 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 നാക്കുമുത്തേ എന്നാണ്. അത്രയ്ക്ക് കണ്ണിച്ചോറിയില്ലാത്ത വർഗമാണ് ഈ പുരുഷവർഗം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മരമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച് ഈ കുടുംബ സംഗമത്തിന് സർവവിധ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമോവാകം, നമസ്കാരാദിവിസ്തൂരിതം. ഇനി മറ്റൊരു അതിഥി കൂടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം യൂണിറ്റിലെ റസിയയാണ്. റസിയെ നമ്മൾ ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ റസിയ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ വരാം, പക്ഷേ എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചോദിക്കില്ല നമ്മൾ ഉറപ്പ് കൊടുത്തതിന്റെ പേരിലാണ് റസിയ ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ തനി സ്വഭാവം ഇവിടെ കാണിക്കരുത്, പഴയ കാര്യങ്ങളൊന്നും റസിയോട് നിങ്ങൾ ചോദിക്കരുത്. നമുക്ക് ഹൃദയപൂർവ്വം റസിയയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്റെ കോവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരെന്നുള്ള മുട്ടിലൂറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേരുകാരാ. റസിയ, ഈ അവസരത്തിൽ എനിക്ക് എന്താണ് ചോദിക്കുന്നതെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് റസിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, അന്ന് എന്റെ എല്ലാമായിരുന്നു മുരളി. എങ്ങനെ ഞങ്ങൾ അടുത്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് മുരളിക്ക് ഞാനും ജീവനായിരുന്നു. ഞങ്ങൾ പാർക്കിലും ബീച്ചിലും പോയി, ജഡ്ഡും ലിജേബിയും തിന്നു. അവസാനം ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളുടെ ഈ ബന്ധത്തെ മതസൗഹാർദ്ദത്തിന്റെ തീരെ താല്പര്യമില്ലാത്ത ഒരാൾ എതിർത്തു. ആരാണ് കുലദ്രോഹി? എന്റെ വാപ്പ. ഈ വാപ്പമാരെല്ലാവർക്കും ഒരു പാറയാണോ? അങ്ങനെ അവസാനം ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒളിച്ചോടിയോ? ഇല്ല, ഒളിച്ചോടിയില്ല. അന്ന് രാത്രി എന്റെ വീട്ടിൽ കയറി എന്റെ ഉരുളി അടിച്ചുകൊണ്ട് പോയവനായി മുരളി. അതിനുശേഷം ആ സാമദ്രോഹി ഞാൻ കണ്ടിട്ടില്ല. മിസ് റസിയുടെ കാര്യം മനസ്സിലാക്കണം. കുട്ടികളുടെ വെറും മുരളി മാത്രമേ കാമുകൻ കവർന്നു കൊണ്ടുപോയിട്ടുള്ളൂ. എന്നാൽ ഇവിടെയുള്ള പല സ്ത്രീകളുടെയും അവസ്ഥ അതല്ല. വിലപ്പെട്ട പലതും കവർന്നിട്ടാണ് ഇവരുടെയൊക്കെ കാമുകന്മാർ പോയിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ കുട്ടിയുടെ ഉരുളി എത്രയോ തുച്ഛമാണ്. ആഹാ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്റെ ഉരുളി എന്നിൽ നിന്ന് അകറ്റിയത്. എനിക്കെന്റെ ഉരുളിയെ എനിക്കെന്റെ ഉരുളിയെ തിരിച്ചതാ. ഈശ്വര, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്കെന്റെ ഉരുളിയെ തരാൻ. അയ്യോ, തരാനല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ വിടില്ല. എനിക്കറിയില്ല. എനിക്കെന്റെ ഉരുളി താ. എനിക്കെന്റെ ഉരുളി വേണം. ഒരുപ്പെട്ടവളെ അവള് പറയുന്നത് കേട്ടില്ലേ, അവളെ ഉരുളി ഞാൻ എടുക്കുന്നു. എനിക്കൊന്നും എന്നെ ശരിക്കറിയില്ല കേട്ടോ. വസന്തകുമാരി അന്തർജനം. വസന്തകുമാരി അന്തർജനം. ഞാൻ അമ്മിനെയാടി, റെസ്റ്റാന്റ് അമ്മിനെ. നിനക്കൊന്നും എന്നെ കുറിച്ച് അറിയത്തില്ല. നിനക്കൊക്കെ അറിയണമെങ്കിലേ നിന്നെ വീട്ടിലിരിക്കുന്ന അപ്പനപ്പന്മാരുടെ പോയി ചോദിക്കണം. എടി നിന്റെ അടുത്തതായി നമ്മുടെ അസോസിയേഷനിലെ പെൺമണികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. ആദ്യമായി കായംകുളം യൂണിറ്റിലെ സഹോദരിമാർ അവതരിപ്പിക്കുന്ന ഒരു തിരുവാതിരക്കളി. രാജീവലോലം സുഭാഷിനൊപ്പം രാവിലെ എത്തുന്നു റോഡിന്റെ മേൽ. ഞാനിലവന്യ അഞ്ചത്തിമാർ സിന്ധു സുകന്യ പോകും നേരം ലോലന്മാരോരോ നാൾ പുഞ്ചിരി തൂകുമ്പോൾ പാവങ്ങൾ ഞങ്ങൾ മിണ്ടാതിരിക്കും. കാരണം നിരസ കാമുകിമാർ ഞങ്ങൾ പൂവാലന്മാരുടെ ശത്രുക്കളാ. അയ്യോ നാട്ടിലെ മംഗമാരെ, പൂവാലന്മാരുടെ മങ്കിമാരെ, നിങ്ങളൊന്നോർത്തോ ഇതേ കരി നിങ്ങൾക്ക് മുരുമായി വന്നു ചേരും പണ്ടത്തെ കാരണന്മാർ പറയുന്നത് പോലെ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട.
ഇനി ഒരു പ്രാചീന കലാരൂപമായ സദസ്സിലെത്തുകയാണ് വയനാട് മുത്തങ്ങ യൂണിറ്റിലെ നമ്മുടെ പെൺകുട്ടിമാർ. Banane, penanganyanga, banane, penanganyanga, Sole, banane, tutunale, Banjada. Padadane, padaladi, mati, padadi, Banjada. ഇനി നമുക്ക് അടുത്തതായിട്ട് അവതരിപ്പിക്കാവുന്ന കലാരൂപം എന്ന് പറയുന്നത് ഇവിടെ എന്താ പരിപാടി? എന്താ നിങ്ങളെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്താ ഞാനിവിടെ വന്ന എന്താ പ്രശ്നം? ഇവിടെ സ്ത്രീകൾ നടത്തുന്ന ഒരു പരിപാടി, സ്ത്രീകൾ മാത്രമേ ഞങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ, പുരുഷനെ ഇവിടേക്ക് കടത്തില്ല. അത് തന്നെ ഞാൻ പറയുന്നത്. ഒരുപാട് നേരമായിട്ട് ഞങ്ങൾ പുരുഷന്മാരെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്താ ഒരു കുഴപ്പം? നിങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്താ കുഴപ്പമല്ലാത്തത്? കുഴപ്പമല്ലാത്തതെന്നോ? നിങ്ങൾ കുറെ നേരമല്ലോ പറയാൻ തുടങ്ങിയിട്ട് പുരുഷന്മാരെ നിങ്ങൾ വഞ്ചിച്ചു എന്ന്. ആരെ വഞ്ചിച്ചു? നോക്കിയേ, ഈ ഇരിക്കുന്ന പെൺകുട്ടിമാരൊക്കെ നിങ്ങൾ പുരുഷന്മാരെ പ്രേമിച്ച് വഞ്ചിച്ച സ്ത്രീകളാ. ഈ ഇരിക്കുന്ന കുറച്ച് സ്ത്രീകളെ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ പുരുഷന്മാർ വഞ്ചിച്ചത്. നിങ്ങൾ സ്ത്രീകൾ വഞ്ചിച്ച പുരുഷന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടോ? വന്ദനം എൻ വന്ദനം നീ മന്മദൻ ഓടിടും മന്ദിരം സുന്ദരം പൂമുഖം പൊന്നിറം ഉന്നിടം ഉള്ളമേ അർപ്പണം സമർപ്പണം വന്ദനം എൻ വന്ദനം ഈ ഇറക്കി പുരുഷൻ മാത്രമല്ലേ ഉള്ളൂ? അപ്പൊ പിന്നെ ഇദ്ദേഹം പെണ്ണേ നീയാരോ ഐസ്ക്രീം തിലയേ നീയാരോ കണ്ണിൽ തോன்றി മറയും കാനൽ നീരോ. ഇപ്പൊ എന്തായി? 7 വർഷം മുന്നുള്ള കേസും പറഞ്ഞ് ഒരു പെണ്ണിനെ കൊടുക്കാൻ നോക്കിയില്ലേ? അവസാനം കോടതി വിനീതനെ വെറുതെ വിട്ട്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ പുരുഷന്മാരൊക്കെ പുലികളാണ്, വെറുതെ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട. ഈ 2 പുരുഷന്മാര് മാത്രമല്ലേ ഞങ്ങൾ സ്ത്രീകൾ വഞ്ചിച്ചിട്ടുള്ളൂ? ഇതൊക്കെ വെറും സാമ്പിള്. ഒറിജിനൽ കാണണെങ്കിലേ നോക്ക്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീച്ചൊരു ദുഃഖസിംഹാസനം നൽകി തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി നഷ്ടസ്വർഗങ്ങളെ